Hi everyone, welcome back to Nish Tales. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊരു ഹോം ഡെക്കോർ ഐറ്റം ആയിട്ടാണ്. ഇത് നമുക്ക് നമ്മുടെ പറമ്പിലുള്ള കുറച്ച് മരച്ചില്ലകൾ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റുന്ന വെരി ഈസി ആയിട്ടുള്ള ഒരു ഹോം ഡെക്കോർ ആണ്. അപ്പൊ ഇതാണത്, കണ്ടോ? ഇതെല്ലാം ഞാൻ ഈ ബാക്ക് യാർഡിൽ നിന്ന് പറക്കിയെടുത്ത മരച്ചില്ലകളാണ് ഇതൊക്കെ. അപ്പോ ഈ മരച്ചില്ലകൾ കൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് കുറെ ഹോം ഡെക്കോർസ് ചെയ്യാം. അപ്പൊ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാനൊരു കടയിൽ കണ്ട ഒരു വുഡൻ ഹോം ഡെക്കോറിന് ഇൻസ്പയർ ആയിട്ട് ചെയ്തതാണിത്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഈ മരച്ചില്ലകളിലൊക്കെ പെയിന്റ് ചെയ്തിട്ട് നമുക്ക് ഇത് കണ്ടോ ഇങ്ങനെയും ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഇത് ഞാൻ ഡ്രൈ റോസ് ഫ്ലവേഴ്സിന്റെ കൂടെ ഇത് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഈ ഡ്രൈ റോസ് ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിരുന്നു. അതിന്റെ ലിങ്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോ ഇതെനിക്ക് ഈ ചെയ്തേക്കുന്ന ഈ ഡെക്കോറ് എനിക്ക് നല്ല വുഡൻ വെച്ചിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വുഡൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യണേന്ന് ഞാൻ ഇനി കാണിച്ചു തരാം. അതിനു മുമ്പ് എന്റെ ഗ്രേസി കുട്ടിക്ക് ഒരു ഹായ് പറയണം. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഈ വർക്ക് എങ്ങനെയാ ചെയ്തതെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് കുറച്ച് മരച്ചില്ലകൾ കളക്ട് ചെയ്യണം. എന്നിട്ട് അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തില്ലെങ്കിൽ പെയിന്റ് പിടിക്കില്ല. അപ്പം ഞാനിവിടെ ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലാ ചില്ലകളും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഈ മരച്ചില്ലകൾക്കെല്ലാം പെയിന്റ് അടിക്കാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് സിൽവർ കളറ് സ്പ്രേ പെയിന്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തീം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പെയിന്റ് അടിച്ചെടുക്കാം. ഇനി ഞാനൊരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. എനിക്ക് ഫ്രെയിം മാത്രം മതി. പിന്നെ എല്ലാ 4 സൈഡിൻ്റെയും ഹൈറ്റ് ഈക്വൽ ആക്കിയിട്ടുണ്ട്. കുറച്ച് ഭാഗം ഇങ്ങനെ ഹൈറ്റ് കൂടുതലായിരുന്നു, അത് കട്ട് ചെയ്ത് കളഞ്ഞ് ഈക്വൽ ഹൈറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാ സൈഡ്സും. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച സെൻറ്റർ പോർഷനിൽ നിന്ന് ഒരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ. ഇത് നമ്മൾ ഇതിൻ്റെ ഈ വർക്കിൻ്റെ ബോട്ടം സൈഡിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഈ ഫ്രെയിമിന് ഞാനൊരു ഡാർക്ക് ഗ്രേ കളർ സ്പ്രേ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രെയിമിന് നല്ലതുപോലെ കവർ ചെയ്യാനും ഒരു ടെക്സ്ചർ കൊടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ കിച്ചൺ ക്യാബിനറ്റ് ലൈനർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇവിടെ ബാക്കിയുണ്ടായിരുന്ന ഒരു പീസാണിത്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഈ ഫ്രെയിമിന് ഒരു ടെക്സ്ചർ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ പേപ്പർ ഒട്ടിച്ച് പെയിൻറ്റ് ചെയ്യോ അല്ലെങ്കിൽ സിൽവർ ഫോയിൽ ഒട്ടിച്ച് പെയിൻറ്റ് ചെയ്യോ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഒരു ടെക്സ്ചർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ലൈനർ ഈ ഫ്രെയിമിൽ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് 3 സൈഡിലും ബോട്ടം സൈഡ് ഒഴിച്ച് 3 സൈഡിലും ഒട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഈ 3 സൈഡിലും ഈ ലൈനർ ഒട്ടിച്ചു കഴിഞ്ഞു. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂവും പിന്നെ ചില പോർഷനിൽ സ്റ്റേപ്ലറും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പീസാണ്. അത് നമ്മൾ ബോട്ടം പോർഷനിൽ ഒട്ടിക്കും. അപ്പം നമ്മൾ ഈ മരച്ചില്ലകൾ വെക്കുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പം സ്റ്റാർട്ടിങ് പോയിന്റ് ഇപ്പം നമ്മൾ ഈ ബോർഡ് വെച്ചിട്ട് നമുക്ക് ഹൈഡ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ലൈനർ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സ്റ്റേപ്ലറും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് നിന്നോളും.
ലൈനർ അപ്പോൾ ഈ പീസിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലും നമുക്കൊന്ന് പിടിപ്പിക്കാം. ബാക്ക് സൈഡിൽ ഞാൻ സ്റ്റേപ്ലേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, അപ്പം അത് പുറത്തേക്ക് കാണില്ല എന്തായാലും. ബാക്ക് സൈഡിലെല്ലാം പിടിപ്പിച്ചു. എല്ലാ സൈഡും നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഇനി നമുക്ക് നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ച മരച്ചില്ലകൾ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് നോക്കാം. ഒരു പ്രത്യേക പാറ്റേൺ ഒന്നും ഫോളോ ചെയ്യണ്ട, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് അറേഞ്ച് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഇത് ഒട്ടിച്ച് കൊടുക്കണ്ട, നമുക്ക് ഫസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അത് നമുക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി. മരച്ചില്ലകൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വുഡ് ഗ്ലൂ ആണ്. നമുക്ക് ക്രാഫ്റ്റ് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്റ്റിഫായിട്ട് നിൽക്കണമെന്നില്ല. അപ്പോൾ കുറച്ച് ഹൈ ഗ്രേഡ് ഗ്ലൂ മരച്ചില്ലകൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചെറിയ പീസസൊക്കെ ആ മെയിൻ പീസിൽ ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പം ഇവിടെ ഞാൻ 2 പീസ് അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കൂടി ഞാനൊരു ചെറിയൊരു പീസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വുഡ് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കഴിഞ്ഞ് ശേഷം കുറച്ച് സമയം കൊടുക്കണം, എന്നാലാണ് അത് നന്നായിട്ട് സ്റ്റിക്കായി ഇരിക്കുള്ളൂ. ഇപ്പം എല്ലാം ഉണങ്ങി, ഇപ്പം വർക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പം ഇത് കണ്ടോ? ഇനി നമുക്കിത് വാളിലൊന്ന് ഹാങ് ചെയ്ത് നോക്കിയാലോ? എൻ്റെ കയ്യിൽ കുറച്ച് പീസസ് ബാക്കി വന്നു. അപ്പോൾ ആ പീസസ് എല്ലാം കൂടി ഞാൻ ഡ്രൈ റോസ് ഫ്ലവേഴ്സിൻ്റെ കൂടെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്ത വീഡിയോയില് വേറൊരു ക്രാഫ്റ്റ് വർക്കുമായി നമുക്ക് കാണാം.